ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹ്റൈൻ മീഡിയ സിറ്റി സംഘടിപ്പിക്കുന്ന അഹ്ലൻ റമളാൻ എന്ന പരിപാടിയിലേക്ക് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് എന്നെ ക്ഷണിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്തതിൽ എൻ്റെ വ്യക്തിപരമായും സംഘടനയുടെയും അഗൈതവമായ നന്ദി ബഹ്റൈൻ മീഡിയ സിറ്റിക്ക് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം റമളാനിൻ്റെ സുന്ദരമായ നാളുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിനെ വരവേൽക്കുക എന്നുള്ളത് അതിസുന്ദരമായ ഒരു സന്ദർഭമാണ് അവൻ്റെ മതജീവിതത്തിൽ. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലത്ത് നമ്മുടെ ആരാധനകളും നമ്മളുടെ അനുഷ്ഠാനങ്ങളും നമ്മളുടെ കർമ്മങ്ങളുമൊക്കെ അതിൻ്റെ ആത്മീയമായ, അതുപോലെ തന്നെ ആ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ ഏറെ വിദൂരത്ത് കൊണ്ടുപോകുന്നുവോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക അവസ്ഥയാണ് നമുക്കിന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ ശരീരവും ആത്മാവുമുണ്ട്. ഈ ആത്മാവും ശരീരവും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ആ അനുഷ്ഠാനം കൊണ്ട് മതം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അത് അനുഷ്ഠിക്കുന്നവർ എത്തിപ്പെടുന്നത്. ശരീരത്തിൽ നിന്ന് തുടങ്ങി ആത്മാവിലേക്കോ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് തുടങ്ങി ശരീരത്തിലേക്കോ എന്നല്ല, മറിച്ച് രണ്ടും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ആ കർമ്മം കൊണ്ട് ലക്ഷ്യത്തിൽ എത്തിപ്പെടുന്നത്. നമസ്കാരമെന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിർബന്ധമായ കർമ്മത്തിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്ന കർമ്മം ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം കൊണ്ട് മനുഷ്യനുണ്ടാകേണ്ടുന്ന, ആ കർമ്മം ചെയ്യുന്ന ആൾക്കുണ്ടാകേണ്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത് അവന് തിന്മയിലേക്ക് വ്യതിചലിക്കാതെ നന്മയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാൻ ആ കർമ്മമനുഷ്ഠിക്കുന്ന ആൾക്ക് കഴിയുന്നു എന്നതാണ് നമസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യം. അതുപോലെ തന്നെ ഹജ്ജിനുണ്ട്, നോമ്പിനുണ്ട്, ഇങ്ങനെ ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലൂടെ മനുഷ്യൻ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കർമ്മമനുഷ്ഠിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ കർമ്മം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സാർത്ഥകമാകുന്നത്. നമുക്കറിയാം, വ്രതമെന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ കർമ്മം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കർമ്മത്തിൻ്റെ ശരീരവും ആ കർമ്മത്തിൻ്റെ ആത്മാവും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സംഘാതമായി പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കേണ്ടുന്ന ഒരു കർമ്മമാണ് വ്രതമെന്ന് പറയപ്പെടുന്നത്. അതിൽ ശരീരം മാത്രം പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും ആ കർമ്മത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യന് എത്തിപ്പെടുവാൻ കഴിയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ ഇങ്ങനെ പറയുകയുണ്ടായി,
മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബി ലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വ ശറാബ. ഒരു മനുഷ്യൻ അവൻ്റെ സാമൂഹിക വിരുദ്ധമായ മതവിരുദ്ധമായ ചെയ്തികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ, എന്നിട്ട് അയാൾ നോമ്പനുഷ്ഠിക്കുന്നു എന്ന ഭാവേന അയാൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എങ്കിൽ ഒരിക്കലും തന്നെ അതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു കാര്യവുമില്ല, പടച്ചവൻ അവൻ്റെ നോമ്പ് സ്വീകരിക്കുകയില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് ഒരു കർമ്മത്തിൻ്റെ ശാരീരികമായ അതിൻ്റെ ബാഹ്യമായ ഒരവസ്ഥയിലൂടെ മാത്രം, അഥവാ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മത്തിലൂടെ മാത്രം ഒരു മനുഷ്യൻ കടന്നു പോകുന്നതോടെ അയാൾ ഒരിക്കലും തന്നെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് വളരെ സങ്കടകരമെന്ന് പറയട്ടെ ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും, നോമ്പെടുക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു പ്രസ്താവനയുണ്ട്. റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യരുണ്ട്. ലാ യബ്ഖാ മിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവൻ്റെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ അയാളുടെ ശരീരവും ആ കർമ്മത്തിൻ്റെ ശരീരവും കർമ്മത്തിൻ്റെ ആത്മാവും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ ആ കർമ്മം ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽപ്പറഞ്ഞ ഈ പ്രസ്താവനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ബഹുഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഏകദേശം ഇതുതന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രസ്താവനയിലൂടെ, മറ്റൊരു ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. റുബ്ബ സ്വാഇമിൻ, എത്രയെത്ര നോമ്പെടുക്കുന്ന മനുഷ്യരാണ്. ലൈസ ലഹു മിൻ സുയാമിഹി ഇല്ലൽ ജൂ, അവൻ്റെ നോമ്പെടുക്കലിൽ നിന്ന് അവന് ബാക്കിയാകുന്നത്, അതിൻ്റെ ബാക്കി പത്രം വിശപ്പ് മാത്രമാണ്. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിശാനമസ്കാരക്കാരുണ്ട്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ഉറക്കൊഴിച്ചു എന്നു മാത്രമാണ് അവൻ്റെ നിശാനമസ്കാരം കൊണ്ട് അവന് ബാക്കി നിൽക്കുന്നത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്, ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ശരീരവും ആ കർമ്മത്തിൻ്റെ ആത്മാവും ഒന്നിച്ചൊരു സംഘാതമായി പ്രവർത്തിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ കർമ്മത്തിന് മതം നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. അതിലൂടെ മതം നിശ്ചയിച്ച ലക്ഷ്യമെന്ന നിലക്ക് മനുഷ്യൻ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഭൗതികമായി മനുഷ്യന് കിട്ടാവുന്ന പരമാവധി ഒരു നോമ്പ് കൊണ്ട് കിട്ടാവുന്നത് ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. സമൂഹത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്രദമായ കാര്യങ്ങളുമായി നിലനിൽക്കുന്ന ഒരു വൻമരമായി, ഒരു തണൽമരമായി ഒരു മനുഷ്യന് മാറുവാൻ നോമ്പിലൂടെ കഴിയും, ആരാധനകളിലൂടെ കഴിയുമെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ വ്രതത്തിലൂടെ മറ്റു കർമ്മങ്ങളിലൂടെ സംസ്കരിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്, നല്ലൊരു ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്, സുന്ദരമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ഇവിടെ സ്വസ്ഥവും അതുപോലെ തന്നെ മാനുഷികവുമായ വിചാരങ്ങളുള്ള എല്ലാ നന്മകളും പൂത്തുലയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വ്രതത്തിലൂടെ മറ്റാരാധനാ കർമ്മങ്ങളിലൂടെ ഇഹലോകത്തു മനുഷ്യനു സാധിക്കും. എന്നാൽ പരലോകത്ത് ഒരു മനുഷ്യൻ ഉത്കൃഷ്ടനായി ഈ ലോകത്ത് ജീവിക്കുകയും ആത്മാർത്ഥമായി കാര്യങ്ങളോട് ഇടപഴകുകയും കർമ്മങ്ങളിലൂടെ അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഉത്തമനായ മനുഷ്യനായിട്ട് മാറുമ്പോൾ ഈ ലോകത്തു മാത്രമല്ല അവന് നേട്ടമുള്ളത്, പാരത്രിക ലോകത്തു കൂടി അതിൻ്റെ നേട്ടമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മതാധ്യാപനങ്ങളും നമ്മളോട് പറയുന്നത്. നമുക്കറിയാമല്ലോ, മാലാഖമാർ കാവൽ നിൽക്കുന്ന, മാലാഖമാർ സ്വാഗതം ചെയ്യുന്ന റയ്യാൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്വർഗീയ കവാടത്തിലൂടെ വ്രതമനുഷ്ഠിച്ച ആളുകളെ മാത്രം സ്വാഗതം ചെയ്യുന്ന ഒരവസ്ഥ നാളെ സ്വർഗലോകത്ത് സംജാതമാകുമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരു കർമ്മത്തിൻ്റെ
ശരീരവും ആത്മാവും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ കർമ്മം കൊണ്ട് മതമുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതും അതിലൂടെ മനുഷ്യൻ ഉത്തമ മനുഷ്യനായിട്ട് മാറുന്നതും അതുപോലെ തന്നെ അതിലൂടെ പാരത്രികമായ വിജയം കരഗതമാക്കുവാൻ ആ മനുഷ്യന് കഴിയുന്നതും അതിലൂടെയാണ്. ഏറ്റവും ഉത്കൃഷ്ടമായി നോമ്പനുഷ്ഠിക്കുകയും പരലോകത്തും അതുപോലെ തന്നെ ഇഹലോകത്തും നല്ല പ്രതിഫലങ്ങൾ, നല്ല സൽഫലങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരായി ജീവിക്കുവാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.